നമസ്കാരം, ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാ മാതാപിതാക്കളും തീർച്ചയായും അറിയേണ്ട ഒരു സർക്കാർ പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഒരു പെൺകുട്ടിയുണ്ടോ? അവളുടെ പഠനം, വിവാഹം, ഭാവി സുരക്ഷ എല്ലാം ഇപ്പോൾ മുതൽ പ്ലാൻ ചെയ്യാൻ സഹായിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും മികച്ച സേവിങ്സ് സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന. ഇതിന് ആർക്കെല്ലാം അക്കൗണ്ട് തുറക്കാം, എത്ര പണം നിക്ഷേപിക്കാം, എത്ര പലിശ കിട്ടും, പണം എപ്പോൾ പിൻവലിക്കാം, ടാക്സ് ഇളവുണ്ടോ, എല്ലാം വിശദമായി നോക്കാം. സുകന്യ സമൃദ്ധി യോജന എന്നത് 2015 കേന്ദ്ര സർക്കാർ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ഭാഗമായാണ് ആരംഭിച്ചത്. ലക്ഷ്യം ഒന്നു മാത്രം: പെൺകുട്ടികളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക. ഇത് ഒരു ലോങ് ടേം സേവിങ്സ് സ്കീമാണ്. നിങ്ങൾ ചെറിയ തുക നിക്ഷേപിച്ചാലും കാലക്രമേണ വലിയ തുകയായി വളരുന്ന ഒരു പദ്ധതിയാണ്. ഇത് ആർക്കെല്ലാം അക്കൗണ്ട് തുറക്കാൻ കഴിയും? 10 വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് SSY അക്കൗണ്ട് തുറക്കാൻ സാധിക്കുക. അക്കൗണ്ട് തുറക്കുന്നത് അച്ഛൻ, അമ്മ, നിയമപരമായ ഗാർഡിയന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു പെൺകുട്ടിക്ക് ഒരു അക്കൗണ്ട് മാത്രമാണ് തുറക്കാൻ കഴിയുക. ഒരു കുടുംബത്തിൽ പരമാവധി 2 കുട്ടികൾക്കാണ് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുക. ഇരട്ട കുട്ടികൾ ഉണ്ടെങ്കിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും. എങ്ങനെ അക്കൗണ്ട് തുറക്കാം? പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ഓതറൈസ്ഡ് ബാങ്ക്സ് ആയ SBI, കനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, യൂണിയൻ ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്സ്, ചില പ്രൈവറ്റ് ബാങ്ക്സുകൾ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ ചെന്നാൽ മതിയാകും. നിങ്ങൾക്ക് അക്കൗണ്ട് അവിടെ നിന്ന് തുറക്കാൻ സാധിക്കുന്നതായിരിക്കും. എത്ര പണം നിക്ഷേപിക്കാൻ കഴിയും? കുറഞ്ഞത് 250 രൂപ ഒരു വർഷത്തിലും കൂടുതൽ 1,50,000 ഒരു വർഷത്തേക്കുമാണ് നമ്മൾക്ക് നിക്ഷേപിക്കാൻ കഴിയുക. മാസത്തിലോ വർഷത്തിലോ ഒറ്റത്തവണയായോ നിക്ഷേപിക്കാം. ഫ്ലെക്സിബിൾ ആണ്. ഇതിന്റെ പലിശ നിരക്ക് നോക്കുമ്പോൾ സുകന്യ സമൃദ്ധി യോജനയ്ക്കും മറ്റ് സേവിങ്സ് സ്കീംസിനേക്കാൾ കൂടുതലായ പലിശയാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 8% മുകളിലാണ് പലിശ നൽകുന്നത്. സർക്കാർ ത്രൈമാസം തോറും പുതുക്കുകയും ചെയ്യുന്നതായിരിക്കും. ബാങ്ക് FDയേക്കാൾ, RDയേക്കാൾ, PPFനേക്കാൾ പോലും ചില സമയങ്ങളിൽ കൂടുതൽ ലാഭം ലഭിക്കുന്ന സ്കീമാണ് SSY. എത്ര കാലത്തേക്ക് പണം അടയ്ക്കേണ്ടി വരും? അക്കൗണ്ട് തുറന്ന തീയതി മുതൽ 15 വർഷം പണം നിക്ഷേപിക്കണം. അക്കൗണ്ട് 21 വർഷം പൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ പെൺകുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞ് വിവാഹം നടന്നാൽ അക്കൗണ്ട് മെച്യൂർ ചെയ്യും. പണം എപ്പോൾ പിൻവലിക്കാമെന്ന് നോക്കുമ്പോൾ പെൺകുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ ആവശ്യങ്ങൾക്ക് 50% വരെ പണം പിൻവലിക്കാൻ സാധിക്കുന്നതായിരിക്കും. ശേഷിക്കുന്ന തുക മെച്യൂരിറ്റിയിൽ പൂർണ്ണമായും തിരികെ ലഭിക്കുന്നതായിരിക്കും. ടാക്സ് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഇതിന് പൂർണ്ണമായും ടാക്സ് ഫ്രീ ആണ്. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ആനുകൂല്യം ഇത് തന്നെയാണ്. സെക്ഷൻ 80C പ്രകാരം നിക്ഷേപിച്ച തുകയ്ക്ക് ടാക്സ് എക്സംഷൻ ഉണ്ട്. പലിശയ്ക്കും മെച്യൂരിറ്റി എമൗണ്ടിനും പൂർണ്ണമായും ടാക്സ് ഫ്രീ ആണ്. അതായത് EEE കാറ്റഗറി സ്കീമാണ്. എക്സംപ്റ്റ് ആണ് EEയുടെ പൂർണ്ണ രൂപമായിട്ട് ഉള്ളത്. നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ഓരോ വർഷവും 50,000 നിക്ഷേപിച്ചാൽ 15 വർഷം കഴിഞ്ഞാൽ മൊത്തം നിക്ഷേപം 7.5 ലക്ഷം രൂപയാണ്. മെച്യൂരിറ്റിയിൽ 14 മുതൽ 16 ലക്ഷം വരെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം സർക്കാർ ഉറപ്പുള്ള ഒരു സ്കീമിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. SSY വേഴ്സസ് അതർ സ്കീം എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ, സ്കീമുകൾ ബാങ്ക് FD, അതിന്റെ റിസ്ക് ലോ ആണ്, റിട്ടേണും ലോ ആയിരിക്കും. RD ആണെങ്കിൽ റിസ്ക് ലോ ആണ്, റിട്ടേൺ മീഡിയം ആയിരിക്കും. മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ റിസ്ക് കൂടുതലും റിട്ടേൺ കൂടുതലുമായിരിക്കും. എന്നാൽ SSY ആണെന്നുണ്ടെങ്കിൽ സീറോ റിസ്ക്, അതുപോലെ തന്നെ ഹൈ ആയിട്ടുള്ള റിട്ടേണുമാണ് നിങ്ങൾക്ക് ലഭിക്കുക. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പെൺകുട്ടികളുടെ ഭാവി ഉറപ്പാക്കാൻ SSY ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ആരെല്ലാം തീർച്ചയായും എടുക്കണമെന്ന് നോക്കുമ്പോൾ, ചെറിയ പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ, മിഡിൽ ക്ലാസ് ഫാമിലീസ്, ടാക്സ് സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ലോങ് ടേം സെക്യൂർ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടവർ. ഇത് ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമാണ്. ഇത് സത്യം പറഞ്ഞാൽ പെൺകുട്ടികളുടെ ഭാവിയിലേക്കുള്ള ഒരു നല്ല സുരക്ഷിതമായ ഒരു സ്കീം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, സുകന്യ സമൃദ്ധി യോജനയാണ് SSY എന്ന് ചുരുക്കി പറയുന്നത്. ഒരു സാധാരണ സേവിങ്സ് അക്കൗണ്ട് അല്ല ഇത്. നിങ്ങളുടെ മകളുടെ ഭാവിയിലേക്കുള്ള ഒരു ഉറപ്പാണ്. ഇന്ന് ചെറിയ തുക നിക്ഷേപിച്ചാൽ നാളെയുടെ വലിയ ആവശ്യങ്ങളായ പഠനം, വിവാഹം എല്ലാം സമ്മർദ്ദമില്ലാതെ നേരിടാൻ കഴിയുന്നതായിരിക്കും. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ കമന്റിൽ ചോദിക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.